കളി കുറച്ച് കൂടുന്നുണ്ട്. കൈയെടുക്കാനാണ് പറഞ്ഞത്. ഭവാനി കൈയെടുക്കാനാണ് പറഞ്ഞത്. ഞാൻ ഭവാനിയല്ല, പ്രമീള, നിങ്ങളുടെ ഭാര്യ. നീ എപ്പോ വന്നു? കുറെ നേരമായി. എന്നിട്ട് എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? അറിയിക്കാൻ ഞാൻ നന്നായെന്ന് ഇപ്പോൾ തോന്നുന്നു. പുതിയ ചില അറിവുകൾ അതുകൊണ്ട് എനിക്ക് കിട്ടി. നീ എന്താണ് പറയുന്നത്? ഓ, ആ പെണ്ണിന്റെ പേര് ആദ്യം പറഞ്ഞുകൊണ്ടാണ് നിനക്ക് ഈ പരിഭവം? എനിക്ക് പരിഭവമൊന്നുമില്ല. അവൾക്ക് കളി കുറച്ച് കൂടുതലാണ്. പലപ്പോഴും ഞാൻ ശാസിക്കാറുണ്ട്. എങ്ങനെ, എപ്പോൾ, എന്ത് ചെയ്യണമെന്ന് അവൾക്കറിയില്ലെന്ന്. അതെനിക്ക് വന്ന് കയറിയപ്പോഴേ മനസ്സിലായി. അവൾ എനിക്ക് എന്റെ പെങ്ങളെ പോലെയാ. വേലക്കാരെ കയറി ഭരിക്കുന്നത് നിനക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. ഞാൻ കുറച്ച് സ്വാതന്ത്ര്യം കൊടുത്തു. നിനക്കത് ഇഷ്ടമില്ലെങ്കിൽ അങ്ങ് നിയന്ത്രിച്ചേക്കണം, അല്ലാതെന്താ? പിന്നെ നീയൊന്ന് പറയുക പോലും ചെയ്യാതെ പെട്ടെന്ന് എന്താ ഇങ്ങോട്ട് കയറി വന്നത്? അങ്ങോട്ട് വരുന്ന പതിവ് മറന്നിട്ട് കുറെ നാളായല്ലോ. ചേട്ടന്റെ അച്ഛനാണ് എന്നോട് പോരാൻ പറഞ്ഞത്. ഞാൻ അങ്ങോട്ട് വരാതിരിക്കാൻ പല കാരണങ്ങളുണ്ട്. എന്റെ കണ്ണൊന്ന് തെറ്റിയാ മതി, കാര്യങ്ങൾ ആ കുഴപ്പത്തിലാവും. അത്രക്ക് ജോലി തിരക്കുണ്ട് ഇവിടെ. ഭർത്താവിന്റെ ജോലി തിരക്ക് കുറയ്ക്കാൻ ഭാര്യയ്ക്ക് സാധിക്കും. അതുകൊണ്ടാ ഞാൻ പോരാമെന്ന് വെച്ചത്. നിനക്ക് എന്ത് സാധിക്കും? ഇനി നിന്റെ കാര്യം കൂടി ഞാൻ നോക്കണം. ബാക്കിയുള്ള എന്റെ സമയം പോകും. അതുകൊണ്ടാ നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാനും. ഞാൻ വന്നത് ചേട്ടൻ ഇഷ്ടമായില്ലേ എന്ന് ഞാൻ പറഞ്ഞോ? പറഞ്ഞില്ല, പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നു. നിനക്കങ്ങനെ ഓരോന്നും തോന്നും. ചേട്ടാ, നാളത്തെ ദിവസം എന്താണെന്നറിയാമോ? എന്താ? ഒന്ന് ഓർത്തു നോക്കൂ. പിടികിട്ടിയില്ല അല്ലേ? എന്നെ വല്ലപ്പോഴും ഓർത്തെങ്കിലല്ലേ ദിവസം എന്തെന്ന് മനസ്സിലാവൂ. നീ കാര്യം പറ. നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് നാളെ 2 വർഷം തികയുന്നു. ഓ, നീ ചില നോവലിലെ ഭാര്യമാരെ പോലെ സംസാരിക്കാതെ. എനിക്കൊന്നും ഇഷ്ടമില്ലെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എത്ര നേരമായി കാത്തു നിൽക്കുന്നു. ഞാൻ താമസിച്ചില്ലല്ലോ. താമസിച്ചു ശാലിനി. എനിക്ക് നിന്നെ എപ്പോഴും കാണണമെന്നൊരു തോന്നൽ. ഞാൻ മുന്നിലുണ്ടല്ലോ, കൺകുളിരെ കാണണം. സമയമായി. ഇനി എവിടെ കാണും? വൈകുന്നേരം ചേട്ടൻ മേലെ കാവിൽ വരുമോ? ഞാൻ കാത്തിരിക്കും. ഞാൻ പോട്ടെ. ഞാൻ എന്ത് ചെയ്യുമെന്ന് അച്ഛൻ പറഞ്ഞു. നീ ഒന്നും ചെയ്തിട്ടില്ലെന്നാണോ പറയുന്നത്? എടാ, ഈ എസ്റ്റേറ്റ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോ ഇവിടെ എന്ത് വരുമാനം ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയാം. ഇപ്പൊ എന്ത് വരുമാനം ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. വരുമാനത്തിനൊന്നും ഇപ്പൊ വലിയ കുറവില്ല പോലെ. നീ എന്തിനാ അയാളോട് ദേഷ്യപ്പെടുന്നത്? നിന്റെ തെറ്റുകൾ മനസ്സിലാക്കി തരേണ്ട ചുമതല ഞങ്ങൾക്കുണ്ട്. എടാ, ചെലവ് ചെയ്താൽ മാത്രം പോരാ, അതിനനുസരിച്ച് വരുമാനം ഉണ്ടാക്കാനും പഠിക്കും. അച്ഛന് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ എസ്റ്റേറ്റിന്റെ ചുമതല നോക്കുന്നില്ല എന്നാണോ ഞാൻ പറഞ്ഞത്? നീ കുറെ നിയന്ത്രണം പഠിക്കണം. മധു, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ നീ എത്ര തവണ വീട്ടിൽ വന്നിട്ടുണ്ട്? ജോലി തിരക്ക് കാരണം സമയം കിട്ടിയില്ല. ഇവിടുത്തെ ജോലി തിരക്ക് എത്രയുണ്ടെന്ന് എനിക്കറിയാം. നിന്റെ ഭാര്യ വീട്ടിലുണ്ടെന്ന് നീ ഓർമ്മിക്കണം. അത് ഓർമ്മിപ്പിക്കാനായിരിക്കും അച്ഛൻ അവളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. അതെ, മാത്രമല്ല എസ്റ്റേറ്റ് കാര്യങ്ങളിൽ ഇനി മുതൽ അവൾ നിന്നെ സഹായിക്കും. ബാങ്ക് അക്കൗണ്ട് 2 പേരുടെയും കൂടെ പേരിലായി. നിന്റെ ചെലവുകൾ അവളുകൂടി ഒന്ന് അറിയട്ടെ. ഭാര്യയുടെ നിയന്ത്രണത്തിൽ ജീവിക്കാൻ മാത്രം നാളെക്കെട്ടായിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അവൾക്ക് നാളെക്കേടുണ്ടാക്കുന്ന പ്രവൃത്തികൾ മേലിൽ നീ ചെയ്യാതിരിക്കാൻ. മനസ്സിലായോ? അച്ഛാ, ദയവ് ചെയ്ത് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തി ചെയ്യാൻ എന്നെ നിർബന്ധിക്കരുത്.
ശാലിനി, ഒന്നുമില്ല. നീ എന്തിനാ ദേഷ്യപ്പെട്ടത്? ഞാനൊന്നും ദേഷ്യപ്പെട്ടതല്ല. പിന്നെ ചേട്ടൻ നിൽക്കാമെന്ന് പറഞ്ഞ സ്ഥലത്ത് നിൽക്കാത്തതെന്ത്? ഓ, അതാണോ? അത് ശരി. ശാലിനി, നമുക്ക് കുറച്ചു നേരം സംസാരിക്കാം. വേണ്ട, സമയമായി. ഞാൻ പോട്ടെ ചേട്ടാ, ഞാൻ പോട്ടെ. എന്തോ കുട്ടമ്പുള്ള വല്ലതും പറ്റിയോടാ? ഇല്ലല്ലോ. ഇതുവഴി പോകുന്നുണ്ടല്ലോ. ഇതിലെ പോയി. പോയോ? 65 പൈസ. ഇത് ആര്? കുട്ടമ്പിളങ്ങത്തെയോ? ഇവിടെ വാടാ. ഇത്ര കനപ്പിച്ചപ്പോഴേ ലാത്തി തെറിച്ചു. ഇത് കൂടുതൽ കനപ്പിച്ച തല തെറിച്ചു. ഉണ്ടോടാ? ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്. കള്ളം പറയരുത്. സത്യമല്ലാതെ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. കള്ളം പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. നിന്റെ ഈ വേലകൾ മാത്രം എന്റെ അടുത്ത് വെക്കരുത്. അയ്യോ, ഭൂമിക്ക് ബ്രഹ്മ വെച്ച അങ്ങത്തേക്ക് വേല വെക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ? അങ്ങത്തേക്ക് സന്തോഷമായിട്ടൊരു ചായ വരാമെന്ന് വെച്ചാ പാലില്ല. പാല് വേണ്ട. പാല് വേണ്ടാന്ന് വെച്ചാ പഞ്ചാര ഇല്ല. പഞ്ചാര വാങ്ങിക്കാൻ കൊണ്ട് പോയപ്പോഴാ അങ്ങത്തേടെ വരവ്. പാലില്ല. എന്തിനാ പഞ്ചാര? പറഞ്ഞ പോലെ പാലില്ല, എന്തിനാ പഞ്ചാര? അണ്ണാ അങ്ങത്തെ കൊടുക്കട്ടെ. എടാ, പാലും പഞ്ചാര ഇല്ലാത്ത ചായ അങ്ങത്തെ കുടിക്കൂലടാ. മേലാൽ ഇവിടെ ചാരായ കച്ചവടം നടത്തുന്നത് ഞാൻ കാണരുത്. അങ്ങത്തെ കാണൂല. ഈ സ്ഥലത്ത് വെച്ച് കച്ചവടം നടത്തരുതെന്നാണ് ഞാൻ പറഞ്ഞത്. ചാരായ കച്ചവടം നടത്താൻ പറ്റിയ സ്ഥലം ഇതല്ലാതെ വേറെ എവിടെ ഇരിക്കുന്ന അങ്ങത്തെ? പറഞ്ഞത് കേട്ടാ? പറഞ്ഞത് കേട്ടു, പക്ഷെ സ്ഥലം വേറെ ഇല്ല. ബീഡി ഉണ്ടടാ, ബീഡി. ബീഡി വഴി നിർത്തി ഇപ്പൊ കഞ്ചാവാണ് വലിക്കണം. അതായിരുന്നാലും മതി. അതും ഇപ്പൊ ഇല്ല, ഞാൻ കൊടുത്തേക്കാം. പരമ ദരിദ്രവാസി. ഓരോരുത്തൻ കയറി വരും. രാമൻകുട്ടിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ടെന്ന് എന്തുകൊണ്ട് എന്നോട് നേരത്തെ പറഞ്ഞില്ല? നമ്മൾ രണ്ടുപേരും കൂടി വിചാരിച്ചാൽ കെണിയിൽ വീഴാത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ ഈ എസ്റ്റേറ്റില്? കെണിയിൽ വീഴ്ത്തി കാര്യം നേടണമെന്ന് എനിക്ക് ആഗ്രഹമില്ല കൊച്ചുമുതലാളി. പിന്നെ എനിക്കും അവളെ ഒന്ന് കണ്ടാക്കൊള്ളാവുന്നുണ്ടോ? കൊച്ചുമുതലാളി, ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെണ്ണാവള്. ഓ സോറി, തനിക്കുള്ളത് ഇത്തരത്തിലുള്ള ആഗ്രഹമാണോ? എങ്കിൽ അച്ഛനെ വിട്ട് പെണ്ണന്വേഷിപ്പിക്കണം. അവൾക്ക് എന്നെ ഒട്ടും ഇഷ്ടമില്ല. പിന്നെന്ത് ചെയ്യും? രാമൻകുട്ടി, അവര് തള്ളയും മകളും വലിയ കഷ്ടത്തിലല്ലേ കഴിയുന്നത്? നമുക്കൊരു കാര്യം ചെയ്യാം. ശാലിനിക്ക് നമ്മുടെ എസ്റ്റേറ്റിൽ ഒരു ജോലി കൊടുത്തു കളയാം. കൊച്ചുമുതലാളി, തനിക്ക് പിന്നെ എന്നെ സംശയവും? തനിക്ക് നോട്ടമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ അനങ്ങൂ. താൻ അവൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്താലേ അവൾക്ക് എന്നോട് താല്പര്യം ഉണ്ടാവൂ. എന്താ? അമ്മച്ചി, മോള് വന്നോ? എന്താ അമ്മച്ചി? നീ ഇവിടെ നമുക്കൊരു നല്ല കാലം വന്നു മോളെ. നിനക്ക് തോട്ടത്തിൽ കണക്കെഴുതുന്ന ജോലി തരാമെന്ന് പറഞ്ഞു. ആര്? കൊച്ചുമോലാളി. ഓഹോ, ഇന്ന് വൈകിട്ട് നിന്നെ ബംഗ്ലാവിൽ ചെല്ലാൻ പറഞ്ഞു. നീ എന്താ ഒന്നും മിണ്ടാത്തത്? നമുക്ക് ആ ജോലി വേണ്ട അമ്മച്ചി. എന്തോന്ന് വേണ്ടെന്നോ? നോശിച്ചോളെ, എന്റെ കഷ്ടം കണ്ടോണ്ടാ കൊച്ചുമുതലാളിക്ക് അങ്ങനെ തോന്നിയത്. അതുകൊണ്ടായിരിക്കില്ല. അല്ലടി, നിന്റെ സൗന്ദര്യം കണ്ട്. രൂപ എത്ര അവിടെ കൊടുക്കാനുണ്ടെന്ന് അറിയാമോ? നിന്നെ പഠിപ്പിക്കാനും കൂടെ വാങ്ങിയത്. എന്നെ പഠിപ്പിക്കേണ്ടെന്ന് പറഞ്ഞല്ലോ. പഠിച്ചോണ്ടാണല്ലോ ജോലി തരാമെന്ന് പറഞ്ഞത്. ഞാൻ എല്ലാം അമ്മച്ചിയോട് എങ്ങനെ തുറന്നു പറയും? കൊച്ചുമുതലാളിയെ കുറിച്ച് ആളുകൾ പറയുന്നത് ഒന്നും അമ്മച്ചി കേൾക്കുന്നില്ലേ? മാനമല്ലേ അമ്മച്ചി വലുത്? പിന്നെ നീ വലിയ ആഫീസറുടെ മോളല്ലയോ? ഒരിടത്തും പോകണ്ട, ഇങ്ങനെ ആടിപ്പാടി നടന്നു. മൂദേവി, ഞാനിങ്ങനെ ചുമച്ച് ചായ. ലക്ഷണം കെട്ടവളെ, നിന്റെ ഉച്ചയൊന്നും കൊണ്ടയത്തു.
എന്റെ ജീവനും കൂടെ അങ്ങെടുത്തെങ്കിൽ ഒന്നും കാണും. നീ എങ്ങോട്ട് പോകുന്നു? ബംഗ്ലാവിൽ. എന്തിനാ? കൊച്ചു മുതലാളി ചെല്ലാൻ പറഞ്ഞു. കാര്യം? എനിക്കൊരു ജോലി തരാൻ. നിന്റെ അമ്മച്ചി അറിഞ്ഞോ? അമ്മച്ചി തന്നെ എങ്ങോട്ട് പറഞ്ഞയച്ചത്. ഓഹോ. ചെല്ലേ. എനിക്കിവിടുത്തെ ജോലി വേണ്ട. പിന്നെ നീ എന്തിനിവിടെ വന്നു? അമ്മച്ചിയുടെ നിർബന്ധം കൊണ്ട്. മോളെ കൊന്നാലും ഇവിടുത്തെ ജോലിക്ക് വരണ്ട. ലക്ഷ്മി എന്നോട് ഞാൻ പറയാം. മോള് വാ. ആഹാ, അവൾക്ക് അത്രയ്ക്ക് അഹങ്കാരമായോ? എങ്കിലും ഒന്ന് കാണണമല്ലോ. എന്ത് കാണാൻ? സ്നേഹം കാണിച്ചത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് മറ്റു ചില വഴികൾ നോക്കാം. അല്ല, രാമൻകുട്ടിയോ? ഓ, അടിയൻ തന്നെ. വലിയ ആളുകളെ വന്നു കാണണമല്ലോ. മുതലാളി എത്ര നേരമായിട്ട് ബംഗ്ലാവിൽ കാത്തിരിക്കുന്നറിയാമോ? അവൾ ആ ജോലിക്ക് വരുമെന്ന് തോന്നുന്നില്ല മോനെ. കാര്യം? എനിക്കറിഞ്ഞുകൂടാ. ഞാൻ എത്ര പറഞ്ഞിട്ടും അവള് കേൾക്കുന്നില്ല. പെമ്പിള്ളാരെ കുറെ അനുസരണയോടെ വളർത്തണം. വലിയ ആൾക്കാരെ മുഷിപ്പിച്ചാലേ വിവരം അറിയും. മോൻ അവളോടൊന്ന് പറഞ്ഞു നോക്ക്. എനിക്ക് വയ്യ. വല്ലവർക്കും ജോലി കിട്ടിയിട്ട് എനിക്കെന്താ കാര്യം? കൊച്ചു മുതലാളി ഒരു കാര്യം പറഞ്ഞയച്ചു, അത് പറയാനാ ഞാൻ വന്നത്. എന്താ മോനെ കാര്യം? നിങ്ങള് നാളെ രാവിലെ സബ് രജിസ്ട്രാർ ഓഫീസിൽ ചെല്ലണമെന്ന്. കൊച്ചു മുതലാളിയോട് വാങ്ങിയ രൂപയ്ക്ക് ഈ വീടും പറമ്പ് എഴുതി കൊടുക്കാൻ. അയ്യോ മോനെ, ഞാനും എന്റെ പ്രായമായ കുട്ടി എവിടെ പോവും? കുട്ടിക്ക് പ്രായമായതിന് മുതലാളി എന്തോ വേണം? മോനെ, ഞാൻ നാളെ അവളെ വിളിച്ചോണ്ട് വരാം. അയ്യോ വേണ്ട, അവളെ കണ്ടില്ലെങ്കിലേ അവിടെ ആർക്കും ബോധക്കേടൊന്നും വരികയല്ല. പിന്നൊരു കാര്യം, നോക്കി പ്രമാണത്തിൽ ഒപ്പുവെക്കാൻ തയ്യാറായിക്കണം. മോനെ, കെട്ടിയോള് വന്നപ്പോ ഈ ഉള്ളവളെ മറന്നു. പിന്നെ അതുകൊണ്ടല്ലേ ഇപ്പൊ നിന്റെ അടുത്തേക്ക് വന്നത്. ഓ വന്നു. എത്ര ദിവസമായി ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട്. നീ ഒന്ന് തിരിയാതും പിരിയാതും കിടക്കും. അയ്യോ, കഥ അടച്ചിട്ടില്ല. അതൊന്നും സാരമില്ലെന്ന്. അവൾ അച്ഛനെ കാണാൻ പോയിരിക്കല്ലേ, വൈകുന്നേരം വരൂ. ഞാൻ ഇത്ര പെട്ടെന്ന് വരുമെന്ന് പ്രതീക്ഷിച്ചില്ലല്ലേ? എടീ, വാടി ഇവിടെ. നീ എന്തിനാണ് ഇവിടെ അടിച്ചത്? അടിക്കേണ്ട നിങ്ങളെയാണ്. അതെനിക്ക് പറ്റാത്തത് കൊണ്ടാണ് അവളെ അടിച്ചത്. ശാലിനി, ശാലിനി, ശാലിനി.
ഇവിടെയെല്ലാം അന്വേഷിച്ചു. ആ ഇരിക്കടി. എന്താ ഇത് തരാൻ? ഓ കല്യാണക്കുറി. എടി കൊച്ചു കൊള്ളി, കണ്ണോ ചാള തന്നെ കറക്കി എടുത്തു കളഞ്ഞല്ലോ. എനിക്ക് ശാരദയും ഗീതയും കാണണം. ഞാൻ വരട്ടെ?